തൃശൂർ വീണ്ടും കടുത്ത ത്രികോണ പോരാട്ടത്തിലേക്ക് പോവുകയാണ്. തൃശൂർ മണ്ഡലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല രീതിയിൽ. ഒന്ന്, തൃശൂർ പിടിക്കുന്നവൻ കേരളം പിടിക്കും എന്ന ഒരു വർത്തമാനമുണ്ട്. അറിയില്ല, അതൊക്കെ പലതും ഉണ്ട്. പിന്നെ ഗുണ്ടറെ പറ്റി പറഞ്ഞിരുന്നു, പക്ഷെ അത് പൊളിപ്പോയി, നമുക്കറിയില്ല. എന്തായാലും തൃശ്ശൂരിലെ പോരാട്ടത്തിന് പല മാനങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ മാനം, തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ് ഒരു സ്ഥാനാർത്ഥി. അത് BJPക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് പത്മജ വേണുഗോപാൽ. ഇത്തവണ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. കരുണാകരന്റെ കുടുംബം, കരുണാകരനും തൃശ്ശൂരുമായിട്ടുള്ള ബന്ധം അത്ര ബന്ധമൊന്നും ഇല്ല. കരുണാകരൻ തോറ്റതാണ്, മുരളി തോറ്റതാണ്, ഇവരൊക്കെ തോറ്റതാണ് തൃശ്ശൂര്. അത് പത്മജ ചാലക്കുടി തോറ്റതാണ്. നമ്മൾ അങ്ങനെ കരുണാകരന് വേണ്ടി എല്ലാം ചെയ്യുന്ന കുറെ ജനങ്ങൾ തൃശ്ശൂരുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മാള കരുണാകരൻ ജയിച്ചിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം. പൊതുവെ കരുണാകരന് കുടുംബത്തിനും അല്പം ദോഷമാണ് തൃശ്ശൂർ എന്നാണ് ചരിത്രം. അതിപ്പോ നമ്മൾ ആ ചരിത്രം നോക്കണ്ട, നമുക്ക് രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വരാം. ഒരുപാട് കാലം കോൺഗ്രസ് കുത്തക വച്ചിരുന്നൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ചും തേറമ്പിൽ രാമകൃഷ്ണനെ പോലെ ഉള്ള ആളുകൾ നിരവധി വട്ടം അവിടെ ജയിച്ചിട്ടുണ്ട്. മുമ്പ് AR മേനോൻ 57 ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രി, ആരോഗ്യമന്ത്രിയൊക്കെ, അങ്ങനത്തെ കുറെ ആളുകളുണ്ട് അവിടെ. ഏതായാലും കഴിഞ്ഞ 2 തവണയായി ആ പതിവ് തെറ്റിച്ച് 2016 VS സുനിൽകുമാറും 2021 P ബാലചന്ദ്രനും CPIക്ക് വേണ്ടി ആ സീറ്റ് തിരിച്ചു പിടിച്ചു. 2021 വളരെ ചെറിയ മാർജിനേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സുരേഷ് ഗോപി ആയിരുന്നു അവിടെ BJP സ്ഥാനാർത്ഥി, പത്മജ വേണുഗോപാലായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. ഇപ്പൊ നമ്മൾ 2026 വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ തൃശ്ശൂരിലുണ്ടായി? ഇപ്പം പത്മജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്ന സുരേഷ് ഗോപിയാന്ന് പറഞ്ഞതോടുകൂടി പത്മജയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചതിന് ശേഷം ആ മണ്ഡലത്തിൽ ഉണ്ടായ ഇമ്പാക്ട് എന്താ? സുരേഷ് ഗോപി ജയിച്ചത് BJP വോട്ട് കൊണ്ട് മാത്രമല്ല. സുരേഷ് ഗോപി മധ്യവർഗ വിഭാഗങ്ങളിൽ, ചെറുപ്പക്കാരിൽ, വലിയ രാഷ്ട്രീയമൊന്നും പറയാത്ത ആളുകളിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കി. എനിക്ക് നേരിട്ടറിയാം. SG എന്ന ചുരുക്കപ്പേരിലേക്ക് സുരേഷ് ഗോപി മാറുകയും, അദ്ദേഹം സിനിമാക്കാരനാണ്, പക്ക രാഷ്ട്രീയക്കാരനല്ല, അഴിമതിക്കാരനല്ല, ജനങ്ങളെ നന്നായി സഹായിക്കുന്ന ആളാണ്. എന്തായാലും ഒരു മാറ്റം വരട്ടെ, UDF പോട്ടെ, LDF പോട്ടെ എന്നൊക്കെ വിചാരിച്ച ആളുകൾ വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. വേറെ ജലധരികടെ അവിടെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു, അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി ഇമ്പാക്ട് എന്താണ് തൃശ്ശൂരിൽ ഉണ്ടായത്? സാധാരണഗതിക്ക് ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നമ്മുടെ ശക്തി കൂടുകയല്ല ചെയ്യുക. ഞാൻ ഉറപ്പായി പറയുന്നു, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് പരമ അബദ്ധമായി എന്ന് അവിടുത്തെ തൃശ്ശൂരിലെ സാധാരണ BJPക്കാർക്ക് പോലെ ഏതാണ്ട് തോന്നുന്നുണ്ട്. സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ച നെഗറ്റീവ് നമ്മൾ പ്രകടമായി കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ ഒഴിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്തത് BJPയാണ്, സുരേഷ് ഗോപിയാണ്. ഗുരുവായൂരിൽ മാത്രമാണ് UDFനാണ് ഒരു ലീഡായിരുന്നത്, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ബാലൻസ് ഷീറ്റ് എന്താ? സുരേഷ് ഗോപിയുടെ നാടകവും സിനിമയും സ്റ്റൈലും ആളുകളെ വെറുപ്പിക്കൽസും ഒക്കെ കൂടി അതിന് സഹായകമായിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് വേറെ തിരിച്ചറിവും വന്നിട്ടുണ്ട്. തൃശ്ശൂർ നഗരസഭ വളരെ വർഷങ്ങൾക്ക് ശേഷം UDF തിരിച്ചു പിടിക്കുന്നു, നല്ല ഭൂരിപക്ഷത്തിൽ. തൃശ്ശൂർ നഗരസഭയിൽ ആ മാറ്റത്തിനുള്ള ഒരു കാരണം ഞാൻ കണക്കാക്കുന്നത് BJPക്ക് ചെയ്തു പോയ കോൺഗ്രസ് വോട്ടുകൾ, സുരേഷ് ഗോപിക്ക് ചെയ്തു പോയ കോൺഗ്രസ് വോട്ടുകൾ, പ്രത്യേകിച്ചും അപ്പർ കാസ്റ്റ് വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക്, പരമ്പരാഗതമായി കോൺഗ്രസിനുള്ള വോട്ടുകളാണ്. അത് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടാണ് തൃശ്ശൂർ പിടിക്കാൻ കഴിഞ്ഞത്. UDFന് അതാണ് ആത്മവിശ്വാസം. കാരണം തൃശ്ശൂർ കോർപ്പറേഷനാണല്ലോ പ്രധാനമായും തൃശ്ശൂർ മണ്ഡലത്തിൽ വരുന്നത്, അത് തന്നെയുള്ളൂ. അപ്പോൾ അവിടെയുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം UDFന് അനുകൂലമാണ്. രണ്ടാമത്തെ ഫാക്ടർ, സുരേഷ് ഗോപി കഴിഞ്ഞാൽ അവിടുത്തെ മുൻ മേയറായ രാജൻ പള്ളനാണ് അവിടെ ലോക്കൽ ഒരാളാണ്, നാട്ടുകാർക്ക് എല്ലാം അറിയുന്ന ആളാണ്. ഗുണവും ദോഷമൊക്കെ അറിയാം. അതിന് ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ് രാജൻ പള്ളനാണ് അവിടെ സ്ഥാനാർത്ഥി. ഏറ്റവും വിചിത്രമായത്, CPI 2 തവണ ജയിച്ച മണ്ഡലത്തിൽ CPI വലിയൊരു പരീക്ഷണത്തിനാണ് തവണ പോയത്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് CPIയുടെ സ്ഥാനാർത്ഥി. മലയാളത്തിന്റെ നല്ലൊരു കവിയാണ്, പ്രഭാഷകനാണ്,
അടിയുറച്ച മതേതരവാദിയാണ്, പ്രിയപ്പെട്ടവനാണ്. പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എന്തുണ്ടാവും എന്നുള്ളത് കണ്ടെന്നെ അറിയേണ്ടി വരും. ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ മാഷ് പൊന്നാനി അടുത്തുനിന്നാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന് തൃശ്ശൂർ എന്തെങ്കിലും ബേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ആ വോട്ട് എങ്ങനെ പോകും? ആ വോട്ട് ആർക്ക് പോകും? അത് BJPക്ക് പോകുമോ അതോ UDFന് പോകുമോ എന്ന വലിയൊരു ചോദ്യമുണ്ട്. BJPക്ക് ആ വോട്ട് അധികം പോകാൻ സാധ്യത കുറവാണ്. അതിന് എനിക്ക് ചില കാരണങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ തൃശ്ശൂര് പത്മജയ്ക്ക് സുരേഷ് ഗോപിയുടെ സഹായം കൊണ്ടൊന്നും ജയിക്കാൻ പോണില്ല. ഞാൻ പത്മജയെ ഉപദേശിക്കുക സുരേഷ് ഗോപിയെ കൂടെ കൂട്ടരുതെന്നാണ്. കൂട്ടിയാലാണ് പത്മജയ്ക്ക് ദോഷമാവുക എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അവരുടെ ഇഷ്ടം, അവർക്ക് കൂട്ടിയാൽ. അല്ലെങ്കിൽ പൊതുവെ പത്മജയ്ക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയും തൃശ്ശൂർ ഞാൻ കാണുന്നില്ല.